ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു വെള്ള റിബണിനെ കൊണ്ടുള്ള ഒരു പൂ ഉണ്ടാക്കുന്ന ഇതായിട്ടാണ്. അതിന് വേണ്ടി 3 പീസ് എടുത്തിട്ടുണ്ട്. ഒന്ന് വലിയത്, ഒന്നതിൽ ചെറുത്, ഒന്നതിൽ ചെറുത്, അങ്ങനെ 3 പീസുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് സൂചി നൂലും എടുത്തിട്ട് തുന്നിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇതാ ഇങ്ങനെ തുന്നിയെടുക്കുക. ഓരോ പീസുകളായിട്ട് നമുക്ക് തുന്നിയെടുക്കാം. ഇത് ഇങ്ങനെയാണ് തുന്നുന്നത്. ചെറിയ ചെറിയ ഇതാക്കിയിട്ട് തുന്നി എടുക്കുക. ഇത് തന്നെ പരിപാടി. ഇങ്ങനെയാണ് തുന്നി എടുക്കുന്നത് ഞാൻ. ഇങ്ങനെയാണ് തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് തുന്നിയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഓരോ പീസും നമുക്ക് തുന്നിയെടുത്തിട്ട് കാണാം. അപ്പോൾ ഇതാ ഞാനിത് തുന്നിയെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിതിനെ ചുരുട്ടിയെടുക്കണം. ഞാൻ ഈ തുന്നിയതിനെ നമുക്ക് ചുരുക്കിയെടുക്കണം. 2 ഭാഗത്തുനിന്നും തുന്നി എത്ര വരെയാണോ ഉള്ളത് അതിനെ നമുക്ക് ചുരുക്കിയെടുക്കാം. എന്നിട്ടാണ് പിന്നത്തെ പരിപാടിയുള്ളത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി ഈ ഭാഗവും ചുരുട്ടിയെടുക്കട്ടെ. പരമാവധിനെ നമുക്ക് ചുരുട്ടിയെടുക്കണം. ഓക്കെ. അപ്പോൾ ഇനി നമുക്കിതിനെ കെട്ടിട്ട് കൊടുക്കണം. നമ്മളെ നൂലുണ്ടല്ലോ, ഈ നൂലിനെ നമുക്ക് കെട്ടി കൊടുക്കണം. എന്നിട്ടാണ് പരിപാടി. എന്നാൽ മാത്രമല്ലേ ഇത് ചുരുങ്ങിയിട്ട് വരും. അപ്പോൾ ഞാനിത് കെട്ടുന്നുണ്ടേ. കെട്ടിയെടുക്കുന്നുണ്ട് ഞാൻ. നല്ല മുറുക്കി കെട്ടണം, ഇല്ലെങ്കിൽ ലൂസായി പോവും. പരമാവധി നല്ല ടൈറ്റ് തന്നെ നമുക്ക് കെട്ടിയെടുക്കണം. ഒന്നും കൂടി 3 കെട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട്. പരമാവധി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. നമ്മളെ പൂവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഈ 2 എണ്ണം യോജിപ്പിച്ച ഇതിനെ നമുക്ക് തുന്നി കൂട്ടണം. അപ്പോൾ ഇല്ലേ പിന്നെ ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് തുന്നിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തുന്നട്ടെ. തുന്നിയിട്ട് കാണാം. ഇങ്ങനെ തുന്നുക. അപ്പോൾ ഇത് ഗൈസ് ഞാൻ 2 എണ്ണം ആക്കിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ആക്കാനുണ്ട്. 2. ഇനി അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഒന്നും കൂടി ആക്കട്ടെ. അതേപോലെ തന്നെ തുന്നിയിട്ട് ഇതാ 3ാമത്തെ ചെറിയ കുഞ്ഞു പീസിനെ ഇപ്പം തുന്നിയെടുക്കുന്നതാണ്. ഇതേപോലെ തുന്നി എടുത്താൽ മതി. വേഗം കഴിയും. അധികം പണിയൊന്നുമില്ല ഇതിന്. അപ്പോൾ ഇതാ ഞാൻ ഇതും കൂടി ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കൂടി തുന്നിയെടുക്കട്ടെ. അപ്പം അങ്ങനെ 3 എണ്ണത്തിനെ ഞാനിപ്പോൾ ആക്കി. ഇനി അതെല്ലാം കൂടി നമുക്ക് യോജിച്ച് ഇനിയും ഉണ്ടാക്കാൻ. അപ്പം എല്ലാം കൂടി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിത് 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാ 3. ഇത് ഞാനിനി ഈ കമ്പി എടുത്തിട്ട് കമ്പീൻ്റെ മേലേക്കാണ് ഇതിനെ ഞാൻ റെഡിയാക്കുന്നത്.
അപ്പോൾ ഞാൻ കമ്പി ഇങ്ങനെ വളച്ചെടുക്കുന്നുണ്ട്. കമ്പി വളച്ചെടുത്തിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് ഇതിനെ ഫിറ്റാക്കി വെക്കാൻ. എന്നിട്ട് ഇതിനൊരു പശയെടുത്തിട്ട് ആക്കിയിട്ട് വേണം റെഡിയാക്കാൻ. ഇതിൻ്റെ മുകളിൽ കുറച്ച് പശയാക്കി. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ. ആ ടിഷ്യൂ പേപ്പറിനെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചുരുട്ടി വെക്കുന്നുണ്ട്. നമ്മളെ ഈ റോസാപ്പൂവിനൊരു ചെറിയ മൊട്ട് പോലെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമുക്ക് ഒരു വെള്ള പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ ഒരാളെ ഞാനിവിടെ പിടിപ്പിച്ചു. ഇനി അടുത്തയാളെ പിടിപ്പിക്കട്ടെ. രണ്ടാമത്തെ ആളെ. രണ്ടാമത്തേലും പിടിപ്പിച്ചു. ഇനി മൂന്നാമത്തെ പീസ് പിടിപ്പിക്കട്ടെ. ഇതാ മൂന്നാമത്തത്. അതും കൂടി നമുക്കിതിന് പിടിപ്പിച്ചു കൊടുക്കാം. ഇതാ ഓക്കേ. അപ്പം ഇതാ മൂന്നാമത്തെ ആളെയും നമ്മളിതാ ഇവിടെ പിടിപ്പിച്ചു. ഇനി നമുക്കിതെല്ലാം ക്ലിയറാക്കി എടുക്കണം. എല്ലാവരെയും നമുക്ക് ഇതേപോലെ ആക്കി എടുക്കണം. ഇതാ കണ്ട, നല്ല അടിപൊളി പൂവായി മാറിയില്ലേ ഗൈസ് ഇപ്പം? ഇതാ കാണുന്നുണ്ടല്ലോ, സൂപ്പറല്ലേ? അപ്പോൾ ഇനി മറ്റേതും കൂടി പിടിപ്പിക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത് ഞാൻ ഇനി ആക്കിയിട്ടുണ്ട്. പിന്നെ 3 എണ്ണം വേറെ വേറെ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. കണ്ട 2, 3 ഇതാ. അപ്പോൾ ഇതിനെ ഞാൻ ഈ കമ്പീൻ്റെ മുകളിലേക്ക് തന്നെ കെട്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഈ കമ്പീൻ്റെ മുകളിലേക്ക് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ ആക്കി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ കമ്പീൻ്റെ മുകളിലേക്ക് തന്നെ ഇതിനെ പിടിപ്പിച്ചു കൊടുക്കാം. എന്താ അപ്പോൾ ഇവിടെ ഒരു പൂ വെച്ചു ഞാൻ. പിന്നെ ഒന്നിവിടെ വെച്ചു. എന്താ ഒന്നിവിടെ വെച്ചു. 2 ഒന്നിവിടെയും വെക്കുക. അപ്പം അങ്ങനെ 3 പൂക്കൾ ഇങ്ങനെ വെച്ച് ഇതാക്കും. എന്നിട്ട് നമുക്കിതിന് ഈ തണ്ടിന് വേണ്ട ഇത് പിടിപ്പിച്ചു കൊടുക്കാം. ഓക്കേ, നമുക്കിത് പിടിപ്പിച്ചു കൊടുക്കാം. ഇത് പിടിപ്പിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ പിടിപ്പിക്കണം ഇത്. അതന്നെ. എന്നിട്ട് വേണം ഇനി അടുത്ത ഇതിനെ പിടിപ്പിക്കാൻ. ഇതാ ഇത് തന്നെ പരിപാടി. ഇങ്ങനെ പിടിപ്പിച്ച് കൊണ്ടുവരട്ടെ. അങ്ങനെ എല്ലാവരെയും ഞാൻ തൽക്കാലം ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇവനെയും ഇവിടെ പിടിപ്പിച്ചു. ഇനി നമുക്ക് ഇതും കൂടി പിടിപ്പിച്ചു കൊടുക്കാം. ഓക്കെ,
കാണുന്നുണ്ടാ? അപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കിയ പൂ ഇതാ ഫൈനൽ ലുക്കാണിത്. കണ്ടല്ലോ, ഇതാ അടിപൊളി പൂവല്ലേ ഗൈസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ പൂവാണേ ഇത്. കണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഇത് ഞാൻ ഇതിന് പിടിപ്പിച്ചതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.